അള്ളാഹുവിനെ കാണാനുള്ള യാത്ര പോവുകയാണ്. ബാറക്കിനാ ഹൗലഹു. എന്താണ് ആ മസ്ജിദുൽ അഖ്സയുടെ പ്രത്യേകത? അല്ലദീ ബാറക്കിനാ ഹൗലഹു, അതിന്റെ പരിസരങ്ങൾ മുഴുവനും ബറക്കത്താക്കപ്പെട്ടതാണ്. എന്താണ് അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം? പരിശുദ്ധ ഖുർആൻ സിയാറത്ത് പോകാൻ പറ്റുമോ? മറ്റുള്ള മസാറുകൾ സന്ദർശിക്കാൻ പറ്റുമോ എന്നതിന് മറുപടി പറയുന്നു, ബാറക്കിനാ ഹൗലഹു, അതിന്റെ പരിസരം മുഴുവനും ബറക്കത്താക്കപ്പെട്ടതാണ്. അങ്ങയുടെ മുമ്പുള്ള പ്രവാചകന്മാരെ കൊണ്ട് ബറക്കത്താക്കപ്പെട്ടതാണ്. അങ്ങയുടെ മുമ്പുള്ള പ്രവാചകന്മാരെല്ലാം ബൈത്തുൽ മുഖദ്ദസിൽ വന്നിട്ടുണ്ട്. അവരുടെ പാരസ്പർശകങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ ആ മണ്ണിൽ അങ്ങ് പോകണം നബിയേ. ഒരു കാരണമാണത്, ബാറക്കിനാ ഹൗലഹു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് ഉമ്മഹാനിന്റെ വീട്ടിൽ നിന്ന് നേരെ ആകാശത്തേക്ക് ഉയർത്താൻ നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയാനിട്ടല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂട്ട് കാണിച്ചു കൊടുക്കുകയാണ്. മുൻഗാമികൾ നടന്ന വഴി, ആ വഴി മറക്കാൻ പാടില്ല. അതുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോകണം. അവരുടെ സ്മരണകളെ അങ്ങ് ഓർക്കണം, അവരുടെ ത്യാഗങ്ങളെ അങ്ങ് പഠിക്കണം, അങ്ങ് മനസ്സിലാക്കി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വിടുന്നു, ബൈത്തുൽ മുഖദ്ദസിലോട്ട് വിടുന്നു. വേറെയും കാരണങ്ങളുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ഇന്നലെ രാത്രി എവിടേക്ക് പോയി, 7-ാം ആകാശത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മുന്നിലുള്ള ആളുകൾക്കൊന്നും 7-ാം ആകാശത്തിൽ എന്താ, 1-ാം ആകാശത്തിൽ എന്താ, ലൗഹുൽ മഹ്ഫൂദ് എന്താ, സിദ്റത്തുൽ മുൻതഹ എന്താ, ഒന്നൊന്നും അറിയില്ലല്ലോ. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് ഇന്നേ വരെ ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടില്ല. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങൾ കൃത്യമായിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി എന്ന് പറയുന്നു. അപ്പൊ ബൈത്തുൽ മുഖദ്ദസിലോട്ട് പോയ ആളുകൾ ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കും. എത്ര തൂണുണ്ട്, അതിനെത്ര കവാടങ്ങളുണ്ട്, ഇതൊക്കെ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണടച്ചാണ് ഇരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ബൈത്തുൽ മുഖദ്ദസ് ഇങ്ങനെ ഉയർന്നു വന്നതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്ന് സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം പറഞ്ഞു കൊടുത്തു. അവിടെ ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട്, ഇന്ന ഭാഗത്ത് ഇന്നതുണ്ട്, എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് 3 കച്ചവട സംഘത്തെ കണ്ടു. ആ 3 കച്ചവട സംഘം ഇന്നാലിന്ന സമയമാകുമ്പോൾ മക്കയുടെ അതിർത്തി കയറും. ഇതെല്ലാം പറഞ്ഞു നിൽക്കുമ്പോഴാണ് ആ കച്ചവട സംഘം ഇങ്ങനെ അതിർത്തി കയറി വരുന്നത്. അപ്പൊ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് കൊടുക്കുക എന്നൊരു താല്പര്യം കൂടി ബൈത്തുൽ മുഖദ്ദസിലോട്ട് പറഞ്ഞയച്ചതിന്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പൊ 2 കാരണങ്ങൾ, ഇനി ഒരുപാടുണ്ട്, ഞാൻ ചുരുക്കം. ഒന്ന്, ബൈത്തുൽ മുഖദ്ദസിൽ പോയൊരു സാധാരണക്കാരായ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. 2, അവിടെ വലിയ ബർക്കത്താക്കപ്പെട്ട സ്ഥലമാണല്ലോ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. എന്തിനാണ് പോയത്? ലിനുരിയഹു മിൻ ആയാതിനാ, അള്ളാഹുവിന്റെ ചില അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചില സൃഷ്ടിപ്പുകൾ, ചില അടയാളങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ, ഇവയെ കൃത്യമായി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ യാത്രയെ അള്ളാഹു തആല സംവിധാനിച്ചു വെച്ചത്. അങ്ങനത്തെ യാത്രയെ സംവിധാനിച്ചു വെച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം മഹോന്നതനാണ്, എത്രമാത്രം മഹാനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് അള്ളാഹു തആല വസ്ബിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമം വന്ന സമയത്ത് റസൂലാനെ സന്തോഷിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടി വായിക്കുക. നമുക്ക് ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് വസ്ബിർ, ക്ഷമിക്കുക. ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ക്ഷമിക്കുക. തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തതുപോലത്തെ ഒരു നിഅമത്ത് അല്ലാഹു നമുക്ക് നൽകും. ഏറ്റക്കുറച്ചിലുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാ കൊടുത്ത്, മെഹറാജ് കൊടുത്ത്, അത് റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതാ കൊടുക്കണ്ടേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടേണ്ടത് അല്ലാഹു തആല നമുക്ക് നൽകും. ആ പരീക്ഷ, ആ ഒരു ശുഭ വിശ്വാസം അതെപ്പോഴും ഉണ്ടായിരിക്കണം മുസ്ലിമിന്റെ ജീവിതത്തിൽ. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇസ്രാ മിഅ്റാജ് യാത്രയുടെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. മഹദിയായ ഉമ്മഹാനി, എന്തായാലും നമ്മൾ ഇസ്രാ മിഅ്റാജ് പറഞ്ഞ് തീരൂല, കാരണം നമുക്ക് ഇനിയും പറയാണ്ട്. നമ്മുടെ വിഷയത്തിനായിട്ട് ഇസ്രാ മിഅ്റാജിന്റെ ചിന്തകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ഇസ്രാ മിഅ്റാജിന്റെ യാത്രയെക്കുറിച്ച് പറയാം. അതിൽ റസൂലുള്ളാഹി കണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം. അള്ളാഹുവിനെ കണ്ട മുത്തബറക്കായ സമയത്തെക്കുറിച്ച് പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം അധികരിക്കുന്നതുകൊണ്ടാണ് ഒന്ന് തുടങ്ങി വെക്കാം. ആ യാത്രയുടെ ചെറിയൊരു ഭാഗം മാത്രം തുടങ്ങി വെക്കാം. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ കിടക്കുന്ന സമയം, ആ വീട്ടിൽ കിടക്കുന്ന സമയത്ത് കതക് മുട്ടാതെ വീടിൻ്റെ ഉള്ളിലോട്ട് ചില അതിഥികൾ വരുന്നു. വീടിൻ്റെ മേൽക്കൂര പിളർത്തിക്കൊണ്ടാണ് വരുന്നത്. സാധാരണ വീട്ടിലോട്ട് കതക് മുട്ടിയിട്ടാണ് കയറുന്നത്. ഇത് കതക് മുട്ടുന്നില്ല. ഉമ്മുഹാനി എന്ന് പറഞ്ഞാൽ അബൂ താലിബിൻ്റെ മകളാണ് ഉമ്മുഹാനി.
ആ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചിരുന്നത്. അങ്ങനെ മേൽക്കൂരയെ പിളർത്തിക്കൊണ്ടാണ് എങ്ങോട്ട് വരുന്നത്? ആ വീട്ടിലോട്ട് വരുന്നത്. അപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി ഇത് എന്തോ ഒരു വിഷയങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, എഴുന്നേൽക്കുക, ഒരു യാത്ര പോകാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചോദ്യങ്ങളില്ല, ഉപചോദ്യങ്ങളില്ല. എവിടേക്കാണ് യാത്ര? എന്തിനാണ് യാത്ര? ആരാണ് നിങ്ങളെ പറഞ്ഞയച്ചത്? ചോദ്യങ്ങളില്ല. വന്നത് ജിബ്രീലാണ്, വന്നത് മലക്കുകളാണ്, അതുകൊണ്ട് ചോദ്യങ്ങളില്ല, ഞാൻ റെഡിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കുന്നു. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോകുന്നത് സംസമിന്റെ ചാരത്തേക്കാണ്. സംസമിന്റെ ചാരത്ത് കൊണ്ടുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിടത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ച് പിളർത്തുന്നു. നെഞ്ച് പിളർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കരൾ, ഹൃദയം കഴുകുന്നു, സംസം കൊണ്ട് കഴുകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതൊരു പുതിയ അനുഭവമൊന്നുമല്ല. നമുക്കറിയുന്നല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ച് കയറി അല്ലേ, നമുക്കറിയുന്നതാ. പിന്നെ അതിൽ നിന്ന് ഹൃദയത്തെ പുറത്തെടുത്ത് അതിൽ നിന്ന് കറുത്ത ഭാഗത്തെ മാറ്റി കഴുകി അവിടെ വെച്ച ചരിത്രം നമുക്കറിയുന്നതാ. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ തന്നെ ഇത് മൂന്നാമത്തേതാണ്. ഈ കഴുകലും മൂന്നാമത്തെ. 10ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നെഞ്ച് പിളർത്തിയിട്ടുണ്ട്, അതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതും കൂടിയും കൂട്ടിയ 4. എന്തായാലും ഇത് മൂന്നാമത്തെയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതൊരു അത്ഭുതമൊന്നുമല്ല. അങ്ങനെ വീണ്ടും അവിടുത്തെ കൽബ് വൃത്തിയാക്കി കൊടുത്ത് അവിടേക്ക് വെച്ചു. എന്തിന്? ഈ യാത്ര സാധാരണ ഒരു യാത്രയല്ല. തുരിസിന പർവ്വതത്തിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണാൻ ചെന്നില്ലേ? കഥ അറിയാവല്ലോ. കാണാൻ ചെന്നു. അള്ളാഹിനെ കണ്ടോ? കണ്ടില്ല. അള്ളാഹുവിൻ്റെ ഒരു പ്രകാശം വന്നപ്പോഴേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധം കെട്ടു വീണു എന്നുള്ളതാണ്. ആ സമയത്ത് അള്ളാഹുവിനെ കാണുന്നു. എങ്ങനെ കാണുന്നു? അടുത്ത് കാണാൻ പോകുന്നു. ആ കാണാൻ പോകുന്ന സമയത്ത് ഹൃദയത്തിന് അതിൻ്റെ ഒരു കഴിവുണ്ടാവണം. ആ കഴിവുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഹൃദയത്തെ കഴുകി ഒന്നുകൂടി ഉറപ്പിച്ച് അതിലേക്ക് ഈമാനും തഖ്വയും എല്ലാം ഒന്ന് നിറച്ച് ഫുൾഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. വലിയൊരു യാത്രക്കുള്ള മുൻകരുതലായിട്ട്. ഇനിയാണ് യാത്ര ആരംഭിക്കുന്നത്. ഇനിയാണ് സംഭവബഹുലമായ യാത്ര ആരംഭിക്കുന്നത്. ബുറാഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനം വരുന്നു. കഴുതയേക്കാൾ വലുപ്പമുള്ളതും എന്നാൽ കോവർ കഴുതയുടെ അത്രയ്ക്ക് വലുപ്പമില്ലാത്തതുമായൊരു വാഹനമാണ് ബുറാഖ്. അതിൻ്റെ ഓരോ ചവിട്ടടി എന്ന് പറയുന്നത് കണ്ണിൻ്റെ ദൂരമായിരുന്നു എന്നുള്ളതാണ്. അഥവാ വിജനമായ ഒരു പ്രദേശത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് എവിടെയാണ് നമ്മുടെ കണ്ണെത്തി നിൽക്കെങ്കിൽ അവിടേക്കാണ് അതിൻ്റെ ഒരു ചവിട്ടടി. അത്ര വേഗതയിൽ അത് സഞ്ചരിക്കുമായിരുന്നു. അത് ആ ബുറാഖാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നത്. ആ ബുറാഖിൻ്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ കൊണ്ടുപോകുന്നുണ്ട്. ബുറാഖിൻ്റെ മുകളിലോട്ട് കയറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയുന്നില്ല. ബുറാഖ് ഒന്നിങ്ങനെ കുടഞ്ഞു. ആ സമയത്ത് ജിബ്രീൽ ചോദിച്ചു, ഓ എന്താ നീ ചെയ്യുന്നത്? ആരാണ് നിന്റെ പുറത്ത് കയറാൻ നിൽക്കുന്നതെന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചോടുകൂടി ബുറാഖ് തരിച്ചുപോയി, വിയർത്തുപോയി, തരിച്ചുപോയി എന്നുള്ളതാണ്. ലോകത്തിൻ്റെ മുഴുവനും പ്രകാശമാണ് ഇനി ബുറാഖിൻ്റെ പുറത്ത് കയറാനുള്ളത്. ഇനി ചരിത്രങ്ങളുടെ പുതിയ ഒരു പശ്ചാത്തലം, ഒരു അവതരണം നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമ്മിലുള്ള മഹബ്ബത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു നബിമാർ സ്വീകരിച്ചത്, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ തങ്ങളുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പോയ രംഗങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് പിടിച്ച രംഗങ്ങൾ, മുൻഗാമികളായ 7 പ്രവാചകന്മാരെ കണ്ട രംഗങ്ങൾ, നിസ്കാരത്തെ സമ്മാനമായി ലഭിച്ച രംഗങ്ങൾ, ഇങ്ങനെ അനേകം എന്ന് വെച്ചാൽ അനേകം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.